ഇവർക്ക് ജനമനസ്സുകളിൽ സ്വീകാര്യത ലഭ്യമാകുന്നില്ല എന്ന് മനസ്സിലായപ്പോ നമുക്ക് സമസ്തക്കാർക്കെതിരൊന്ന് അറിഞ്ഞു നോക്കുക. അങ്ങനെ രണ്ടു കൂട്ടരും പാടെ ഇറങ്ങിയതാണ്. സ്വന്തം മുഖം വികൃതമായതിന് കണ്ണാടി എറിഞ്ഞുടക്കുന്ന വിഡ്ഢിത്വമാണ് അവർ ചെയ്യുന്നത്. കൂട്ടരെ, നിങ്ങളാദ്യം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊന്ന് തീർത്തിട്ട് പോരെ. ബാക്കിയുള്ള പ്രശ്നങ്ങൾ അവനാന്റെ കണ്ണിലെ കരട് മാറ്റിയിട്ട് പോരെ. ബാക്കിയുള്ളവരെ നോക്കലും അവനാന്റെ അടുക്കളക്കകത്തേക്ക് കയറിയ ഈ ശിർക്കൻ വിശ്വാസത്തെ തുടച്ചു നീക്കിയിട്ടല്ലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ശക്തരായ നേതൃത്വമുണ്ട്. പർവ്വത സമാനം ഇൽമും അമലും വറഅമുള്ള മഹാന്മാരായ നേതൃത്വമുണ്ട്. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിന്റെ പൈതൃകം പേറുന്ന വിശുദ്ധമായ ഒരു പ്രസ്ഥാനമുണ്ട്. അവരുമ്മത്തിന്റെ ഈമാനിനു കാവൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ തൗഹീദ് പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ശിർക്ക് പഠിപ്പിക്കാനും ദയവ് ചെയ്ത് നിങ്ങൾ രംഗത്ത് വരേണ്ടതില്ല. നിങ്ങൾ ആദ്യം നിങ്ങൾക്കിടയിലുള്ള ഈ തല്ലും പ്രശ്നങ്ങളും പടലപ്പിണക്കങ്ങളും ശിർക്കാരോപണങ്ങളും തൊടുത്തിൽ കുത്തുകളും കുതികാൽ വെട്ടലുകളും നിങ്ങളങ്ങ് പരസ്പരം തീർത്താൽ മതി. ദയവ് ചെയ്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാവപ്പെട്ട വിശ്വാസികൾ, നിഷ്കളങ്കരായ വിശ്വാസികൾക്കിടയിൽ സംശയം ജനിപ്പിച്ചുകൊണ്ട് അവരുടെ ഈമാൻ പിഴപ്പിക്കരുത് എന്ന് വളരെ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വെല്ലുവിളിക്കുകയല്ല, ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ മനുഷ്യന്മാര് ഒരു ലജ്ജയുമില്ലാതെ ഒരു തവണ തൗഹീദിന് വേണ്ടി വാദിക്കുന്നു, അതേ തൗഹീദ് ശിർക്കാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് രംഗത്ത് വരുന്നു. ഇതെല്ലായിടത്തുണ്ട്. എങ്ങനെയാണ് ഇവർ ഈ കോലത്തിലേക്കൊക്കെ എത്തുന്നത്? എന്താ? മഹാന്മാരായ ഇമാമുമാരുടെ കിതാബുകളെ പച്ചയായിട്ട് ദുർവ്യാഖ്യാനം നടത്തും. ഒരു ലജ്ജയുമില്ലാതെ ഇമാമുമാരുടെ കിതാബുകൾ ദുർവ്യാഖ്യാനം നടത്തും. തെറ്റായ അർത്ഥം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കും. എന്നിട്ടോ വെല്ലുവിളിക്കൊരു കുറവുണ്ടാവില്ല. അനസ് മൗലവി ഒന്ന് വെല്ലുവിളിക്കട്ടെ, നമുക്കൊന്ന് കേട്ടോക്കാം. മുതൽ വിശദീകരിച്ച മുസ്ലിയാർ വരെ ഓതിയ വിശുദ്ധ ഖുർആൻ ആയത്തുണ്ട്. ആ ആയത്തിന്റെ സാരാംശം പോലും ഈ തലപ്പാവധാരികൾ പഠിച്ചിട്ടില്ല എന്നത് ആധികാരികമായി അതിന്റെ കട്ടിയുണ്ടല്ലേ. ഈ ജാതി സഫാഹത്ത് പറഞ്ഞിട്ടാണ് ആധികാരികമായി എന്ന് പറഞ്ഞ വെല്ലുവിളിക്കാൻ ഒരുങ്ങാണ്. നിന്നുകൊണ്ട് മമ്പുറം തങ്ങൾ ജീവിച്ച മണ്ണിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോ അതിനെ ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് വരാം. ഇത് ആധികാരികമായ ശബ്ദമാണ്, സംസാരമാണ്. ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീന്റെ വേദിയിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ്. ആധികാരികമെന്ന് ISMന്റെ വേദിയിൽ സ്വയം കൊട്ടിഘോഷിച്ചു പറഞ്ഞ അനസ് മൗലവിയോട് ISMന്റെ വേദിയിലെ ആ വെല്ലുവിളിക്ക് ഇതാ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ വേദിയിൽ നിന്ന് ആധികാരികമായിട്ട് മറുപടി പറയുന്നു. ബാക്കി ആയത്തോടട്ടെ അനസ് മൗലവി. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണോ എന്ന് പറയൂ. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു തഫ്സീർ കാണിക്കാം. തഫ്സീറുർ റാസിയാണ് അദ്ദേഹം കാണിക്കുന്നത്. അതിലുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം. അദ്ദേഹം വായിക്കുന്നത് അതാണ്. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ. മുസ്ലിയാക്കന്മാർ ഉന്നയിച്ച ചോദ്യം, അവർ ഉന്നയിച്ച സംശയത്തിനുള്ള മറുപടി, ആ മറുപടി പറയുന്നത് മുജാഹിദുകളല്ല, നേരെ മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ ശൈലി എടുത്തു ധരിക്കുകയാണ്. ഇത് അത്ഭുതകരമായ ഖുർആനിന്റെ ഒരു ശൈലിയാണ്. പൊതുവിൽ വിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ അല്ലാഹു ചോദ്യോത്തരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഖുർആൻ സ്വീകരിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ തുടക്കത്തിൽ ഇങ്ങനെ വിവരിക്കുകയാണ് ആ ശൈലി എന്താണ് എന്ന്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന ആയത്തിനെ വിശദീകരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ തട്ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വഇദാ സഅലക ഇബാദി അന്നി, നബിയെ അങ്ങയോട് എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ ആ അടിമയോട് അടുത്തവനാണ് എന്ന് പറയണം. ഇതാണ് ആയത്ത്. ഇവിടെ വിഷയം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഇതിനു സമാനമായ ഒരുപാട് ആയത്തുകൾ, അഥവാ യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി യസ്അലൂനക അനിൽ ജിബാൽ, ഇങ്ങനെ വ്യത്യസ്തമായ ആയത്തുകൾ സഅല യസ്അലു എന്ന രൂപത്തിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫഖുൽ, നബിയെ അങ്ങ് മറുപടി പറയൂ എന്നാണ് പറയുന്നത്.
ഒരിടത്ത് ഫഖുൽ എന്നുണ്ട്, മറ്റു പലയിടങ്ങളിലും ഖുൽ. യസ്അലൂനക അനിർ റൂഹ്, നബിയെ അങ്ങയോട് റൂഹിനെ കുറിച്ച് അങ്ങയോട് ചോദിക്കപ്പെട്ടാൽ, അങ്ങയോട് അനുയായികൾ ചോദിച്ചാൽ ഖുൽ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അങ്ങനെ എല്ലായിടത്തും ഖുൽ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ജവാബ് പറയുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ട് വഇദാ സഅലക ഇബാദി അന്നി, നബിയെ എന്നെ കുറിച്ച് അങ്ങയോട് എന്റെ അടിമകൾ ചോദിച്ചാൽ ഫഖുൽ ഇന്നി ഖരീബ് എന്ന് പറഞ്ഞില്ല. വിഷയം മനസ്സിലായോ? അവിടെ എന്തേ ഫഖുൽ എന്ന് പറയാതിരുന്നത്? അല്ലെങ്കിൽ ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇന്നി ഖരീബ് എന്ന് പറയുന്നിടത്ത് ഖുൽ എന്നോ ഫഖുൽ എന്നോ പറയാതെ ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞു. ഇതാണ് അവിടെ വിഷയം. ബാക്കി അടുത്ത വീഡിയോ. ये पाउडर आजकल फार्मिंग में बहुत इस्तेमाल किया जा रहा है, जहां बिना ट्रैक्टर या कटाई छटाई वाले मशीन के अनचाहे घास को खत्म किया जा रहा है। और പറഞ്ഞു. ഇതാണ് അവിടെ വിഷയം. ബാക്കി അടുത്ത വീഡിയോ. ഒന്നാമത്തെ നയം കഅന്നഹു സുബ്ഹാനഹു വ തആല യഖൂൽ, അല്ലാഹു പറയുന്നത് പോലെയുണ്ട്. എന്താ റബ്ബ് പറയുന്നത്? അബ്ദി, എന്റെ ദാസ, അന്ത ഇന്നമാ തഹ്താജു ഇലൽ വാസിതതി ഫീ ഗൈരി വഖതി ദുആ. നമുക്കിടയിൽ ഒരു മധ്യവർത്തി ആവശ്യമുള്ളത്, ഒരു മധ്യവർത്തിയെ നമുക്കിടയിൽ ആവശ്യമുള്ളത് ദുആഇന്റെ അവസ്ഥയില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ്. റൂഹിനെ പിടിക്കുമ്പോ മലക്കുൽ മൗത്ത്, ഇടിമിന്നൽ, അതെ, അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മീകാഈൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴങ്ങളും ഫലങ്ങളും തരാൻ സസ്യലതാദികൾ, പ്രകാശം തരാൻ സൂര്യൻ, ഇങ്ങനെ നമ്മൾ തമ്മിൽ ഒരു വാസിത്തെ ആവശ്യമുള്ളത്. ഇന്നമാ തഹ്താജു ഇലൽ വാസിതതി ഫീ ഗൈരി വഖതി ദുആഇ, ദുആഇന്റെ അവസ്ഥയിലല്ലാത്ത ഘട്ടത്തിലാണ് നമുക്കിടയിൽ ഒരു മധ്യവർത്തി ആവശ്യമുള്ളത്, ഒരു മധ്യസ്ഥന് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഒരു വാസിത്തെ ആവശ്യമുള്ളത്. എന്നാൽ അമ്മാ ഫീ മഖാബി ദുആഇ, ദുആഇന്റെ അവസ്ഥയിൽ ഫലാ വാസിതത ബൈനി വ ബൈനക, നമുക്കിടയിൽ മധ്യവർത്തിയുടെ ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിലെ ആയത്തിന് തഫ്സീർ എഴുതുകയാണ് ആര്? ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. ഇവിടെ ഈ കാസർഗോഡ് സമസ്തക്കാരൻ സമ്മേളനം നടത്തി വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് ദുർവ്യാഖ്യാനിക്കുമ്പോ ആ ദുർവ്യാഖ്യാനിക്കുന്ന മുസ്ലിയാക്കന്മാരോട് റാസി ഇമാം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ദുആഇന്റെ ഘട്ടത്തിൽ മധ്യവർത്തിയുടെ ആവശ്യമില്ല. ഇവിടെ എന്താ വിഷയം? ദുആ ചെയ്യുമ്പോൾ തവസ്സുലാക്കാൻ പറ്റൂല, മഹാന്മാരെ തവസ്സുലാക്കിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റൂല എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ് ഇയാൾ വളരെ കൃത്യമായ ദുർവ്യാഖ്യാനമാണ്. കാരണം ഇവിടെ ഈ സന്ദർഭത്തിൽ നിന്ന് അതിനൊരുപാട് പഠിക്കുന്നു വേണ്ട, കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. റാസി ഇമാം അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അല്ലാഹുവിനോട് അങ്ങോട്ട് ദുആ ചെയ്യുമ്പോൾ വാസിത്വ വേണോ വേണ്ടേ എന്ന ചർച്ചയെ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ജവാബ് പറയുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. കാരണം എന്താ? യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അല്ലാഹു ഇങ്ങോട്ട് അതിന് ഇജാബത്ത് പറയുന്നത് എങ്ങനെയാണ് എന്നാണ് അവിടെ ചർച്ച. അല്ലാഹുവിനോട് അങ്ങോട്ട് ദുആ ചെയ്യുമ്പോൾ വാസിത്വ വേണോ വേണ്ടേ എന്ന് അവിടെ ചർച്ചയേ ഇല്ല. അവിടെ ചർച്ച അതുകൊണ്ടാണ് ഫഇന്നി ഖരീബ്, അല്ലാഹു ഇങ്ങോട്ടടുത്തവനാണ് അല്ലേ? ഫഇന്നഹു ഖരീബ് എന്നാണ് പറഞ്ഞത് അല്ലെ? അങ്ങനെയാണ്, അടിമ അങ്ങോട്ടടുത്തവനാണ് എന്നല്ല, ഫഇന്നഹു ഖരീബ് എന്നല്ല, ഫഇന്നി ഖരീബ്, അല്ലാഹു ഇങ്ങോട്ടടുത്തവനാണ്. ഇത് നമ്മൾ വെറുതെ പറയല്ല. റാസിയുടെ മറ്റൊരു ഭാഗം കാണിച്ചു കൊടുക്ക്. ഇവരിത് എന്താണെന്നറിയോ? ഒരു പൊട്ട് മാത്രം എവിടെയെങ്കിലും കാണാൻ. അതാണ് നേരത്തെ പറഞ്ഞത്, മഹാന്മാരായ ഇമാമുമാരുടെ കിതാബുകളെ കൃത്യമായിട്ട് നിർദ്ധാരണം ചെയ്യാൻ കഴിയില്ല. അതിന് വൈജ്ഞാനികമായ ശക്തി അവർക്ക് ഇല്ല. അപ്പൊ എവിടെയെങ്കിലും ഒരു പൊട്ട് കണ്ടാൽ പ്രത്യക്ഷത്തിൽ, ഞാൻ ആദ്യം വരയിട്ട ആ മുകളിലെ ചുവപ്പ് വരയുടെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ അദ്ദേഹം പറഞ്ഞ ഫലാ വാസിത്വത ബൈനി വ ബൈനിക്, നമുക്കിടയിൽ വാസിത്വ വേണ്ട എന്ന് അല്ലാഹു പറയുന്നത് ഫഖുൽ ഇന്നി ഖരീബ് എന്ന് നബിയെ നിങ്ങൾ പറയേണ്ടതില്ല. ഫഇന്നി ഖരീബ്, ഞാൻ അതിനു ജവാബ് പറയാം. അതാണ് റാസി ഇമാം വിശദീകരിക്കുന്നത് എന്ന് ത്വാഹ സൂറത്തിൽ റബ്ബി ശ്റഹ് ലി സദ്രി എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ അവസാനം രണ്ടാമത് അടിയിൽ വരയിട്ട ആ ചുവപ്പ് ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. വൽ ഹാസിലു, ശ്രദ്ധിക്കണം, റാസി ഇമാം തവസ്സുൽ പാടില്ല എന്നല്ല പറഞ്ഞത്. ഈ മൗലവി വായിച്ചതുപോലെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ മഹാന്മാരെ തവസ്സുലാക്കരുത് എന്ന് അല്ല.
അതാണ് പറയുന്നത് റാസിമാമു വൽ ഹാസിലു. മറ്റേ ഭാഗം വൽ ഹാസിലു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് റാസിമാമ് ഇതിന്റെ ഈ ചർച്ചയൊക്കെ നടത്തിയിട്ട് അവസാനം രത്നചുരുക്കം പറയുകയാണ്. വൽ ഹാസിലു കഅന്നഹു സുബ്ഹാനഹു വ തആല ഖാൽ യാ മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂലേ, ഇദാ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു പറയാണ്, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, ഇദാ സുഇൽത അൻ ഗൈരി വൈദാ സഅലക ഇബാദി അന്നി എന്നല്ലേ, എന്നെ കുറിച്ച്. ഇവിടെയോ എന്നെ കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും കുറിച്ച് ചോദിച്ചാൽ യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ കുറിച്ച് ചോദിച്ചാൽ നബി നിങ്ങൾ മറുപടി പറഞ്ഞോളി. ജിബാലിനെ കുറിച്ച് ചോദിച്ചാൽ നബി അവിടുന്ന് മറുപടി പറഞ്ഞോളി. അതേ സമയത്ത് വഇദാ സുഇൽത അൻ ഗൈരി ഫകുൻ അൻതൽ മുജീബ്, എന്നെ കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും കുറിച്ച് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ ഫകുൻ അൻതൽ മുജീബ്, നബി അങ്ങ് മറുപടി പറഞ്ഞോളി. അതേ സമയത്ത് ശ്രദ്ധിച്ചോ, വഇദാ സുഇൽത അന്നി, എന്നെ കുറിച്ച് നബി അങ്ങയോട് ചോദിക്കപ്പെട്ടാൽ ഫസ്കുത് അൻത ഹത്താ അകൂന അനൽ ഖായിൽ, ഞാൻ അതിന് മറുപടി പറഞ്ഞോളാം. ഫഇന്നി ഖരീബ്, അതാണ് അവിടെ അല്ലാഹു ജവാബ് പറയുമ്പോ നബിയെ അങ്ങയുടെ വാസിത്ത വേണ്ട. ദുആഇന്റെ അല്ലാഹുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ അഷ്റഫുൽ മഖാമിനെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ് ഫഇന്നി ഖരീബ്, ഞാൻ അടിമയോടടുത്തവനാണ്, ഞാൻ അതിന് ജവാബ് പറയാം നബിയെ. അതുകൊണ്ട് എന്നെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ വഇദാ സുഇൽത അന്നി ഫസ്കുത് അൻത ഹത്താ അകൂന അനൽ ഖായിൽ, ഞാൻ അതിന് മറുപടി പറയാം എന്നാണ് അതിന്റെ താല്പര്യമെന്ന് ഇമാമുനാ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫഖ്റുദ്ദീൻ റാസി തങ്ങളുടെ തഫ്സീറുർ റാസിയുടെ 11ാമത്തെ വാല്യത്തിലാണ് സൂറത്തു ത്വാഹയെ വിശദീകരിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നു. ഒരു ഭാഗം കണ്ട് അത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പച്ചയായ ദുർവ്യാഖ്യാനമാണ്. നീ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് നോക്കി, അടുത്ത വീഡിയോ നോക്കി, ഈ സഫാഹത്ത് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും വെല്ലുവിളിക്കുന്നത് കണ്ടു നോക്കി നിങ്ങൾ. Only 29 rupees, 6 days Vedic Maths Summer Camp. Don't calculate in a slow way. Enroll course and master top speed method. You can solve the questions in seconds. ഞാൻ ചോദിക്കട്ടെ, സമസ്തയിലെ സമ്മേളനത്തിനിരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ അല്ലാഹു തൗഹീദ് പഠിപ്പിച്ച ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച ഏതെങ്കിലും ഫൈസിമാരോ ദാരിമിമാരോ അമ്പുറത്തെ പിരിവുകൊണ്ട് നടത്തുന്ന ഹുദവിമാരോ ആ തെളിവിൽ ജീവിക്കുന്ന ഹുദവിമാരോ അല്ലാഹുവിന്റെ ആയത്തിനെ ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ച ആളുകളെ കാണുമ്പോ തഫ്സീറുർ റാസി ഉപയോഗിച്ച് ഇത്ഖാൻ ഉപയോഗിച്ച് ഖണ്ഡിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമോ, ആർജവം കാണിക്കുമോ? അതല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനം സമൂഹത്തിന്റെ മേൽ നൽകിയതിന്റെ പേരിൽ മാപ്പ് പറയുമോ? ആരാ മാപ്പ് പറയേണ്ടത്? ആരാണ് തെറ്റായ വ്യാഖ്യാനം കൊടുത്തത്? ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകളിൽ ഇല്ലാത്തത് തെറ്റായ അർത്ഥം വെച്ച് ജനങ്ങൾ, ഇത് ഇയാൾ ആദ്യം പറഞ്ഞല്ല, ഈ അടുത്ത് മമ്പുറത്ത് ഇദ്ദേഹം പറഞ്ഞു ഇവരുടെ സമ്മേളനങ്ങളിലൊക്കെ ഇയാൾ വിചാരിച്ചത് വലിയൊരു തെളിവാണെന്നാണ്. അതേ സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ ഇത് പറഞ്ഞപ്പോൾ എടവണ്ണയിൽ സംവാദത്തിൽ നസീറുദ്ദീൻ റഹ്മാനി ഈ ആയത്ത് ഇത്ഖാൻ ഉദ്ധരിച്ചുകൊണ്ട് ഇതേ സമാനമായ ആശയം ഇമാം സുയൂത്തി തങ്ങളുടെ ഇത്ഖാനിലുണ്ട്. അപ്പൊ ആ ഇത്ഖാന്റെ അതിന് വായിച്ച ഉടനെ മഹാനായ എം.ടി. അബൂബക്കർ ആരിമി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉസ്താദ് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ റാസി ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങളൊന്ന് ചോദിക്കൂ. ചെറിയൊരു പൊട്ടിട്ട് പോയതാണ്. ആ വിഷയം നിങ്ങളൊന്ന് ചോദിച്ചാൽ അടുത്ത ഊടത്തിൽ ലഫ്ലം ബിലഫ്ലം നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുന്നു പറഞ്ഞപ്പോ നസീറുദ്ദീൻ റഹ്മാൻ റാസി എല്ലാം അടിയിൽ തിരികെ, പിന്നെ പുറത്തു വന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട അനസ് മൗലവി തൽക്കാലം ഇത് നിർത്തിവെക്കുക, ഇത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ദുർവ്യാഖ്യാനവുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വരരുത്. ഇമാമുനാ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ തന്നെ മഹാന്മാരെ ആദരിക്കുന്നതിനെ കുറിച്ച്, അവരുടെ ഖബർ ഷരീഫിന്റെ മുമ്പിലേക്ക് ഭവ്യതയോടുകൂടെ പോകുന്നതിനെ കുറിച്ചൊക്കെ എത്ര വിശദീകരിച്ചിട്ടില്ലേ? വിശുദ്ധ ഖുർആനിൽ വറഫഅനാ ലക ദിക്റക എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ നബിയെ അങ്ങയുടെ പുകഴ്ചയെ, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് റാസി ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് സ്മരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയാണ് ബലിൽ ഉലമാഉ വസ്സലാത്തീൻ, നബിയെ പണ്ഡിതന്മാരും രാജാക്കന്മാരും യസ്ലൂന ഇലാ ഖിദ്മതിക, അവർ അങ്ങയുടെ ഖിദ്മത്തിനു വേണ്ടി വരും. വയുസല്ലിമൂന വറാഅൽ ബാബി അലൈക, അവർ അങ്ങയുടെ മേലിൽ സലാം പറയും. വയംസഹൂന വുജൂഹും ബിതുറാബി റൗലതിക, അങ്ങയുടെ പരിശുദ്ധമായ റൗദ ശരീഫിലെ തുർബത്തു ശരീഫയിൽ അവർ മുഖമമർത്തി വെക്കും. വയർജൂന ശഫാഅതക, നബി അങ്ങയുടെ ശഫാഅത്തിനെ പ്രതീക്ഷിക്കുന്ന പറഞ്ഞത്. എന്താ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ? എന്താ? അല്ലാഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധ്യവർത്തിയാക്കലല്ലേ? ഇത് റാസി ഇമാം പറയുന്നു ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ,
ഇങ്ങനെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇത് ഈ അനസ് മൗലവി ഇവിടെ മാത്രമല്ല, മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ തവക്കുലിന്റെ ഉന്നതമായ മഖാമുകളെ കുറിച്ച് പറയുന്ന വാചകങ്ങൾ അടർത്തിയെടുത്തിട്ട് അതുണ്ടോ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ ഇസ്തിഗാസക്കെതിരാണ് എന്ന് പച്ചയായ കളവുകൾ പറയാ. ഒരു ലജ്ജയും ഇല്ല.